ഓക്കെ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് പ്രൊട്ടക്റ്റീവ് ബാക്ടീരിയം ഇൻ നോർമൽ വജൈന ഈസ് ഓപ്ഷൻ എ സ്ട്രെപ്റ്റോകോക്കസ്, ഓപ്ഷൻ ബി ലാക്ടോബാസിലസ്, ഓപ്ഷൻ സി ഗാർഡനെല്ല വജൈനാലിസ് ആൻഡ് ഓപ്ഷൻ ഡി ഈകോളി. ബി. 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 ഓക്കെ, കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ലാക്ടോബാസില. ഇത് എക്സ്പ്ലനേഷൻ ചെയ്യണോ അതോ MCQs പറഞ്ഞു പോയാൽ മതിയോ? ചെയ്യാവോ ഡോക്ടറെ? ചെയ്താ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ. എനിക്ക് രണ്ട് വേറെ വേറെ സ്ലൈഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ ഇട്ടിരിക്കണം. അപ്പൊ ഞാൻ ഷെയർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്യാം അത്. ഇത് നേരത്തെ പഠിപ്പിച്ച ആ സ്ലൈഡിൽ നിന്ന് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ഡോഡർലിൻ ബാസിലെ. ഡോഡർലിൻ ബാസിലെ എന്ന് പറഞ്ഞാല് വജൈനയിൽ കാണുന്ന ആ ഒരു ബാക്ടീരിയനെ പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ളതിന്റെ പേരാണ് ഡോഡർലിൻ ബാസിലെ എന്ന് പറഞ്ഞാൽ. ഇത് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബേസിലെയാണ്. അത് അനൈറോബിക് ആയിട്ടുള്ള എൻവയോൺമെന്റിലായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അസിഡിക് മീഡിയത്തിലായിരിക്കും വളരുന്നത്. Appear in the vagina 3 to 4 days after birth and disappears after 10 to 14 days. Reappear again at puberty and disappear after menopause. Probably comes from എവിടെ നിന്നായിരിക്കും? ഇൻഡസ്റ്റൈനിൽ നിന്നായിരിക്കും. ഇതിന്റെ പ്രസൻസ് ഡിപ്പെൻഡ് ഓൺ എന്താണ്? ഈസ്ട്രോജൻ ആയിരിക്കും. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നു? ഗ്ലൈക്കോജനെ ലാക്ടിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ MCQല് ഡോഡർലിൻ ബാസിലെ എന്നുള്ള പേരല്ലായിരുന്നു, അവിടെ ലാക്ടോ ബാസിലെ എന്നായിരുന്നു കൊടുത്തിരുന്നത്. കാരണം എന്താണ്? ഇത് ഗ്ലൈക്കോജനെ ലാക്ടിക് ആസിഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ലാക്ടോബാസിലെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലാക്ടോബാസിലെ എന്നല്ല ഡോഡർലിൻ ബാസിലെ എന്നാണ് ഒരു ഓപ്ഷൻ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ലാക്ടോബാസിലെ ഇല്ല, പകരം അവിടെ ഡോഡർലിൻ ബാസിലെയാണ്. അപ്പോൾ കൺഫ്യൂസ് ആവരുത്. അന്ന് MCQയിൽ ലാക്ടോബാസിലെ എന്നാണല്ലോ കണ്ടത് എന്ന് പറഞ്ഞു. ഓക്കെ, കാരണം രണ്ടും സെയിം തന്നെയാണ്, രണ്ടും ഒരാൾ തന്നെയാണ്. ഡോഡർലിൻ ബാസിലിന്റെ ഫംഗ്ഷൻ ആണ് അത് ഗ്ലൈക്കോജനെ ലാക്ടിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ഒരു ലാക്ടോബേസിലെ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഈ ആസിഡ് pH ഉള്ളത് കൊണ്ട് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ വേറെ പത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസം ഒന്നും നമ്മുടെ ബോഡീനെ അഫക്ട് ചെയ്യത്തില്ല, വജൈനയിൽ വളരത്തില്ല. അതാണ് ഈ ഡോഡർലിൻ ബേസിലെ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. Okay, then next question. The epithelial lining of cervical canal. Option A, transitional. Option B, columnar epithelium. Option C, stratified squamous epithelium. Option D, none. Option C. വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ഓപ്ഷൻ പറയാനുണ്ടോ? ആക്ച്വലി ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കോളംനാർ എപ്പിത്തീലിയം ആണ് സെർവൈക്കൽ കനാലിൽ കാണുന്നത്. ഓക്കെ, എക്സ്പ്ലനേഷൻ. അതായത് നമുക്ക് സെർവിക്സിൽ രണ്ട് പാർട്ടുണ്ട്, എക്ടോ സെർവിക്സും ഉണ്ട്, എൻഡോ സെർവിക്സും ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മളോട് സ്പെസിഫൈ ചെയ്തിട്ടില്ല എക്ടോ സെർവിക്സ് ആണോ എൻഡോ സെർവിക്സ് ആണോ, ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതാണ് കോമണസ്റ്റ് എപ്പിത്തീലിയം സെർവൈക്കൽ കനാലിൽ കാണുന്നത്, അത്രേ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ സ്പെസിഫൈ ചെയ്യാത്തതില് ആ ഒരു ഓപ്ഷൻസ് തന്നതില് സ്കോമസ് എപ്പിത്തീലിയോ എന്നല്ല, അവിടെ എന്താ തന്നിരുന്നത്? സ്ട്രാറ്റിഫൈഡ് സ്കോമസ് എപ്പിത്തീലിയോ എന്നാ തന്നിരുന്നത്. ഓക്കെ, ആൻഡ് എന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ തന്നതിൽ ഒരു കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും? കോളംനാർ എപ്പിത്തീലിയം ആയിരിക്കും. ഓക്കെ, ഇനി സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ എക്ടോ സെർവിക്സിൽ ഏതായിരിക്കും? സ്കോമസ് എപ്പിത്തീലിയം ആയിരിക്കും. എൻഡോ സെർവിക്സിൽ ഏതായിരിക്കും?
കോളംനാർ എപ്പിത്തീലിയം ആയിരിക്കും. ഓക്കെ, ഇവിടെ സെർവൈക്കൽ എക്ടോപ്പി എന്നൊരു കണ്ടീഷൻ വരുന്നുണ്ട്. അതായത് സെർവൈക്കൽ ഇറോഷൻ എന്ന് പറയാം. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടീഷൻ വെയർ സ്കോമസ് എപ്പിത്തീലിയം ഓഫ് എക്ടോസെർവിക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ കോളംനാർ എപ്പിത്തീലിയം വിച്ച് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദി എൻഡോസെർവിക്സ്. അതായത് എക്ടോസെർവിക്സിലെ സ്കോമസ് എപ്പിത്തീലിയം എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ബൈ എന്തായിരിക്കും, കോളംനാർ എപ്പിത്തീലിയം. ഓക്കെ, അതായത് സ്കോമസ് എപ്പിത്തീലിയം ആയിരുന്നു എക്ടോസെർവിക്സിൽ, എൻഡോസെർവിക്സിൽ എന്തായിരുന്നു, കോളംനാർ ആയിരുന്നു. ഈ കോളംനാർ എപ്പിത്തീലിയം എങ്ങോട്ടും കൂടെ സ്പ്രെഡ് ചെയ്യുന്നു, എക്ടോസെർവിക്സിലും കൂടെ സ്പ്രെഡ് ചെയ്യുന്നു. അതായത് രണ്ട് എക്ടോയിലും എൻഡോയിലും രണ്ടിലും എന്തായിട്ട് മാറും, കോളംനാർ എപ്പിത്തീലിയം ആയിട്ട് മാറും. ആ ഒരു കണ്ടീഷനെയാണ് സെർവൈക്കൽ എക്ടോപ്പി അല്ലെങ്കിൽ സെർവൈക്കൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസിൽ ഒരു ഗാർഡനല്ല വജൈനാലിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതെന്താ സംഭവം, അതാണ് ബാക്ടീരിയൽ വജൈനോസിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയനെ പറയുന്ന പേരാണ് ഗാർഡനല്ല വജൈനാലിസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ ബാക്ടീരിയൽ അഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവും. ആ ഒരു വജൈനൽ ഡിസ്ചാർജിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, മാൽ ഓഡറസ് ആയിരിക്കും, അതായത് ഭയങ്കര ഒഫെൻസീവ് ആയിരിക്കും. ആൻഡ് ഡിസ്ചാർജ് എങ്ങനെയാണ്, ഹോമോജീനസ് ആയിരിക്കും, ഗ്രേയിഷ് വൈറ്റ് കളർ ആയിരിക്കും. ഇനി ഈ പറയുന്ന ബാക്ടീരിയൽ വജൈനോസിസിന്റെ ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയൻ ആണ് ആംസെൽസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ ആംസെൽസ് ക്രൈറ്റീരിയയിൽ കുറെ പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയത്, ഹോമോജീനസ് ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് ഉണ്ടായിരിക്കണം, വജൈനൽ pH എന്ന് ആയിരിക്കണം, വിഫ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കണം, പ്രസൻസ് ഓഫ് എന്താണ്, ക്ലൂ സെൽസ് ഉണ്ടായിരിക്കണം. വിഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫിഷി ഓർഡർ വരുന്നു വെൻ എ ഡ്രോപ്പ് ഓഫ് ഡിസ്ചാർജ് ഈസ് മിക്സ്ഡ് വിത്ത് 10% പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. അതായത് ഈ ബാക്ടീരിയൽ വജൈനോസിസിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിസ്ചാർജിനെ 10% പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു ഫിഷി ഓർഡർ വരുന്നു. ആ ഒരു ടെസ്റ്റിനെ പറയുന്ന പേരാണ് വിഫ് ടെസ്റ്റ്. ആ വിഫ് ടെസ്റ്റ് എവിടെ പോസിറ്റീവ് ആയിരിക്കും, ബാക്ടീരിയൽ വജൈനോസിസിൽ പോസിറ്റീവ് ആയിരിക്കും. ഇത് ഓരോ പോയിന്റിൽ നിന്നും ഓരോ MCQs ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെഷനാണ്. ഓക്കെ, അപ്പൊ ഈ ആംസെൽസ് ക്രൈറ്റീരിയ, ക്ലൂ സെല്ല്, വിഫ് ടെസ്റ്റ്, അതുപോലെ എന്താ ഇതില് ഡിസ്ചാർജുകളുടെ ക്യാരക്ടർ, അതായത് ഹോമോജിനസ് ആയിരിക്കും, ഗ്രേയിഷ് വൈറ്റ് കളർ ആയിരിക്കും, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇച്ചിങ് പറയുന്നില്ല. ഓക്കെ, പ്രൂറൈറ്റിസ് പറയുന്നില്ല. ആക്ച്വലി ബാക്ടീരിയൽ വജൈനോസിസിൽ ഇച്ചിങ് പറയുന്നില്ല. ഇച്ചിങ് കൂടുതലും എവിടെയായിരിക്കും, കാൻഡിഡൽ ഇൻഫെക്ഷനിലും അതുപോലെ തന്നെ ട്രൈക്കോമോണസ് വജൈനാലിസിലും ആയിരിക്കും ഇച്ചിങ് കൂടുതലായിട്ടുള്ളത്. ഇത് വേറൊരു MCQയിൽ ഇത് വരുന്നുണ്ട്, ഈ ഒരു ഇച്ചിങ്ങിന്റെ ഓപ്ഷൻ വെച്ചിട്ട് വരുന്നുണ്ട് അവിടെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question, Bartholin's duct opens into option A, labia majora and minora, option B, a groove between labia minora and hymen, option C, lower vagina, option D, upper vagina. Option B. കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി, എ ഗ്രൂപ്പ് ബിറ്റ്വീൻ ലേബിയ മൈനോറ ആൻഡ് ഹൈമൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒരുമിച്ച് പറയാം. അങ്ങനെയാകുമ്പോൾ ഇത് 2 സ്ലൈഡിലായതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും, അതുകൊണ്ടാണ്. നെക്സ്റ്റ്, പെഗ് സെല്ലുകൾ. പെഗ് സെൽസ് ആർ സീൻ ഇൻ, പെഗ് സെൽസ് എവിടെയാ കാണുന്നത്, ഓപ്ഷൻ എ വജൈന, ഓപ്ഷൻ ബി വൾവ, ഓപ്ഷൻ സി ഓവറി, ഓപ്ഷൻ ഡി ട്യൂബ്സ്. ട്യൂബ്സ് മീൻ ഫെലോപ്പിയൻ ട്യൂബ്. കറക്റ്റ് ആണ്, ഫെലോപ്പിയൻ ട്യൂബ്. നെക്സ്റ്റ്, മാക്സിമം ഫംഗ്ഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം ഒക്കേഴ്സ്, ഓപ്ഷൻ എ അറ്റ് ഓവുലേഷൻ, ഓപ്ഷൻ ബി ബിഫോർ ഓവുലേഷൻ, ഓപ്ഷൻ സി 3 days ആഫ്റ്റർ ഓവുലേഷൻ, ഓപ്ഷൻ ഡി 8 to 9 days ആഫ്റ്റർ ഓവുലേഷൻ. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി. ആക്ച്വലി ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ്, 8 to 9 days ആഫ്റ്റർ ഓവുലേഷൻ. ഓക്കെ, അപ്പോ കോർപ്പസ് ലൂട്ടിയം
മാക്സിമം ആവുന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. മാക്സിമം ഫംഗ്ഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? അപ്പൊ എല്ലാവർക്കും അറിയാം ഓവുലേഷൻ കഴിഞ്ഞാലേ കോർപ്പസ് ലൂട്ടി എന്തായാലും ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഓവുലേഷൻ നടക്കുന്ന എപ്പോഴായിരിക്കും? 14th ഡേയിലായിരിക്കും ഓവുലേഷൻ നടക്കുന്നതെന്ന് വിചാരിക്കാം. ഓവുലേഷൻ നടന്ന് ഒരു 8 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 9 ദിവസം കഴിയുമ്പോഴായിരിക്കും കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ ഏറ്റവും മാക്സിമം ആയിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, സോ 8 to 9 ഡേയ്സിന് പകരം വേണമെങ്കിൽ 21 അല്ലെങ്കിൽ 22nd ഡേ എന്ന് കാണാം. ഓക്കെ, അപ്പോൾ അതും കറക്റ്റ് ആൻസർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ ഈ MCQ ബൈ ഹാർട്ട് ചെയ്ത് പോവുക. 8 to 9 ഡേയ്സ് ആഫ്റ്റർ ഓവുലേഷൻ ആണ് കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ മാക്സിമം. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ തരുന്ന ചിലപ്പോൾ എന്തായിരിക്കും? 22nd ഡേ അല്ലെങ്കിൽ 21st ഡേ ഒക്കെ ആയിരിക്കും തരുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? ഒന്നെങ്കിൽ 14 ഡേയ്സ് പ്ലസ് 8 to 9 ഡേയ്സ്, അതായത് 14 പ്ലസ് 8 എത്രയായിരിക്കും? 22nd, അല്ലെങ്കിൽ 21st അല്ലെങ്കിൽ 22nd ഡേയിലായിരിക്കും മാക്സിമം ഫംഗ്ഷനോ കോർപ്പസ് ലൂട്ടിയോ എന്ന് പറയുന്നത്. ഓക്കെ, കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ എന്താ? ഈസ്ട്രോജനെ സെക്രീറ്റ് ചെയ്യുക, പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യുക. ഈസ്ട്രോജനിലും പ്രൊജസ്ട്രോണിലും കൂടുതലും ആരെയായിരിക്കും? പ്രൊജസ്ട്രോണിനെ ആയിരിക്കും സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു രീതിയിൽ MCQ വരാം, പ്രൊജസ്ട്രോണിന്റെ ഫംഗ്ഷൻ എപ്പോഴാണ് മാക്സിമം ആയിട്ടുള്ളത്? ഓക്കെ, അതിന്റെ ആൻസർ എന്തായിരിക്കും? 8 to 9 ഡേയ്സ് ആഫ്റ്റർ ഓവുലേഷൻ അല്ലെങ്കിൽ 22nd or 21st ഡേ. ഓക്കെ, ആഫ്റ്റർ ഓവുലേഷൻ വന്നു കഴിഞ്ഞാൽ 8 to 9 ഡേയ്സ് ആയിരിക്കും. അതല്ല ആഫ്റ്റർ ഓവുലേഷൻ ഇല്ല, 20, 21, 22 അങ്ങനെ തന്നിരിക്കുന്നതെങ്കിൽ 22nd ഡേ അല്ലെങ്കിൽ 21st ഡേ. എന്തായാലും രണ്ടും കൂടെ ഒരുമിച്ച് തരില്ല, ഒന്നെങ്കിൽ 22 തരും അല്ലെങ്കിൽ 21 തരും അല്ലെങ്കിൽ 21 to 22 എന്ന് തരും. ഓക്കെ, അപ്പോൾ രണ്ടിലും എന്തായിരിക്കും ആൻസർ സെയിം ആ വരുന്നത്. കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ മാക്സിമം ആവുന്നത് 8 to 9 ഡേയ്സ് ആഫ്റ്റർ ഓവുലേഷൻ ആണ്. മാക്സിമം ഫംഗ്ഷൻ കോർപ്പസ് ലൂട്ടിയോ എന്ന് പറഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ എന്താ? പ്രൊജസ്ട്രോണിനെ ഉണ്ടാക്കുക. അപ്പൊ പ്രൊജസ്ട്രോണിന്റെ ആക്ടിവിറ്റി ഏറ്റവും കൂടുന്നത് മെൻസ്ട്രൽ സൈക്കിളിൽ ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? 22nd ഡേ അല്ലെങ്കിൽ 21st ഡേ ആയിരിക്കും. ഓക്കെ, then cut point of serum estrogen level for the diagnosis of ovarian failure. Option A 10 picogram per ml, option B 20, option C 30, option D 40. Option B 20. കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി 20. സോ നമ്മൾ ആദ്യം അറിയണം എന്താണ് ഒവേറിയൻ ഫെയിലിയർ. എന്താ ക്വസ്റ്റ്യനിൽ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? കട്ട് ഓഫ് പോയിന്റ് ഓഫ് സീറം ഈസ്ട്രോജൻ ലെവൽ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഒവേറിയൻ ഫെയിലിയർ. ഓക്കെ, ഒവേറിയൻ ഫെയിലിയറിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഈസ്ട്രോജന്റെ ലെവൽ എത്രയായിരിക്കണം? ഈസ്ട്രോജൻ ലെവൽ ഇത്രയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓവറീസ് ഫെയിൽ ആയി അല്ലെങ്കിൽ ഓവറീസ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഒവേറിയൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മെനപ്പോസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മെനപ്പോസ് പറഞ്ഞപ്പോൾ നമ്മൾ കുറെ ക്രൈറ്റീരിയാസ് പറഞ്ഞിരുന്നു. ഇന്ന ക്രൈറ്റീരിയാസ് ഒക്കെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? അവര് മെനപ്പോസിലേക്ക് പോയി എന്നർത്ഥം. അപ്പൊ ഈ ഒവേറിയൻ ഫെയിലർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒവേറിയൻ ഫെയിലർ എന്ന് പറഞ്ഞാൽ ശരിക്കും മെനപ്പോസ് ആണ്. അപ്പൊ മെനപ്പോസ് ആയി എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ്? ഈസ്ട്രോജന്റെ ലെവല് 20 picogram per ml ആയിരിക്കും. നെക്സ്റ്റ്, a 28-year-old lady Rani is suspected to have PCOD. Sample for testing LH and FSH are best taken on the following day of menstrual cycle. ഏത് ദിവസം വേണം ഈ LH-ഉം FSH-ഉം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു PCOD ഉള്ള ലേഡിന്ന് എത്രാമത്തെ ദിവസം വേണം എടുക്കാനായിട്ട്? അതിൽ ഓപ്ഷൻ A 1 to 4, ഓപ്ഷൻ B 8 to 10, ഓപ്ഷൻ C 13 to 15, ഓപ്ഷൻ D 24 to 26. ആണോ നോക്കിയത്? സി അല്ല, ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A 1 to 4 ആണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് തൊട്ട് ഒരു 4 ദിവസത്തിനുള്ളിൽ വേണം നമ്മൾ PCOD ഉള്ള ഒരു ലേഡിയിൽ LH-ന്റെയും FSH-ന്റെയും കോൺസെൻട്രേഷൻ അറിയാൻ വേണ്ടി നമ്മൾ നോർമലി എടുക്കുന്നത് ഫസ്റ്റ് തൊട്ട് ഒരു 4th ഡേക്ക് ഉള്ളിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഓവുലേഷന്റെ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, ആദ്യത്തെ ഒരു 4 ദിവസത്തിൽ വേണം എടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇപ്പോൾ PCOD ഉള്ള ഒരു ലേഡിയിൽ നമ്മൾ അൾട്രാസൗണ്ട് ഏത് ദിവസം വേണം എടുക്കാനായിട്ട് പറയാനായിട്ട്? യൂഷ്വലി ഒരു ലേഡി വരുവാണ്, എന്തെങ്കിലും ഒരു മെൻസ്ട്രൽ കംപ്ലൈന്റ് ഉണ്ട്, നമുക്ക് അൾട്രാസൗണ്ട് അഡ്വൈസ് ചെയ്യണം. അപ്പോൾ ഏത് ദിവസം എടുക്കാനായിട്ട് പറയണം? അതായത് ഏതെങ്കിലും ദിവസം എടുത്താൽ മതിയോ, അല്ലെങ്കിൽ മെൻസസ് ഫുൾ കഴിഞ്ഞിട്ടാണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണോ എടുക്കേണ്ടത്? എപ്പോൾ വേണം എടുക്കാനായിട്ട്? ശരിക്കും പറയേണ്ടത് മെൻസസ് തുടങ്ങി 2nd ഡേയിൽ പോയി അൾട്രാസൗണ്ട് ചെയ്യണമെന്നാ പറയാം. ഓക്കെ,
Next, all are true about PCOD except option A, persistently elevated LH. Option B, increased LH by FSH ratio. Option C, increased prolactin. Option D, increased testosterone. increased prolactin. കറക്റ്റ് ആണ്, ഇൻക്രീസ്ഡ് പ്രൊലാക്റ്റിലാണ് കറക്റ്റ്. ഓക്കെ, PCODയിൽ കുറെ ക്രൈറ്റീരിയാസ് നമ്മൾ പറഞ്ഞിരുന്നു ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത്. ഇന്നതൊക്കെ കൂടും, ഇന്നതൊക്കെ കുറയും, അങ്ങനെ. അതിൽ പ്രൊലാക്റ്റിന്റെ ഒരു കാര്യം എവിടെയും പറയുന്നില്ല. LH പറയുന്നുണ്ട്, LH/FSH റേഷ്യോ കൂടുമെന്ന് പറയുന്നുണ്ട്, ടെസ്റ്റോസ്റ്റിറോൺ കൂടുമെന്ന് പറയുന്നുണ്ട്. PCOD പഠിക്കുമ്പോൾ ഒരു പോയിന്റിൽ പോലും നമ്മൾ പ്രൊലാക്റ്റിനെ പറ്റി പറയുന്നില്ല. സോ ഇവിടെ എന്താണ്, ഈ ഒരു ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്, ബാക്കിയൊക്കെ ശരിയാണ്. In PCOD, all of the following are seen except option A, endometrial carcinoma. Option B, increased FSH. Option C, streak ovaries. Option D, insulin resistance. Option E, hirsutism. ഏത് കാണില്ല അതാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, വേറെ ഏതെങ്കിലും ഓപ്ഷൻ? Option C. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ ബിയും ഉണ്ട്, ഓപ്ഷൻ സിയും ഉണ്ട്. FSH ഒരിക്കലും ഇൻക്രീസ് ആയിരിക്കില്ല, FSH എപ്പോഴും നോർമൽ ആയിരിക്കും, LH ആയിരിക്കും കൂടുന്നത്. ഓക്കെ, ആൻഡ് സ്ട്രീക്ക് ഓവറീസ് ഒരിക്കലും PCODയിൽ ഉണ്ടാവില്ല. PCODയിൽ എന്താ, ഓവറീസിന്റെ ഉള്ളിലൊക്കെ സിസ്റ്റ് വന്ന് നിറയുക ചെയ്യുന്നത്, അല്ലാണ്ട് ഒരിക്കലും സ്ട്രീക്ക് ഓവറീസ് ആയിരിക്കില്ല. ബാക്കി ഓൾറെഡി എൻഡോമെട്രിയൽ കാർസിനോമ പറഞ്ഞപ്പോഴേക്കും നമ്മൾ പറഞ്ഞു, എന്താന്ന് പറഞ്ഞു, എൻഡോമെട്രിയൽ കാർസിനോമയ്ക്ക് ഒരു റിസ്ക് ഫാക്ടർ ആണ് PCOD. കാരണം PCODയിൽ ഈസ്ട്രോജൻ കണ്ടിന്യൂസ് ആയിട്ട് സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവിടെ എൻഡോമെട്രിയൽ കാർസിനോമയ്ക്ക് ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് നമുക്ക് PCOD പറയാം. അപ്പൊ PCOD ഉള്ളവര് എൻഡോമെട്രിയൽ കാർസിനോമയ്ക്കുള്ള ചാൻസ് ഉണ്ട്, ഒരു 10% ചാൻസ് എന്ന് പറയാം. അല്ലാണ്ട് എല്ലാ PCODക്കാരും എൻഡോമെട്രിയൽ കാർസിനോമയിലേക്ക് പോകുമെന്നല്ല, പക്ഷേ ദർ ഈസ് എ ചാൻസ്. FSH ഒരിക്കലും ഇൻക്രീസ് ആവില്ല, സ്ട്രീക്ക് ഓവറീസ് ആവില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്തായാലും പ്രസന്റ് ആയിരിക്കും PCOD ഉള്ള ആൾക്കാരിൽ, ആൻഡ് ഹിർസൂട്ടിസം, എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. നെക്സ്റ്റ്, all of the following are features of Mullerian agenesis except option A, 46XX karyotype. Option B, normal breast development. Option C, absent vagina. Option D, ovarian agenesis. Option B. ഓപ്ഷൻ ബി. ഓക്കെ, വേറെ ഏതെങ്കിലും ഓപ്ഷൻ? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുള്ളേറിയൻ ഡക്റ്റിന്ന് ഏതൊക്കെ പാർട്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് അറിയണം. ഓക്കെ, പിന്നെ മുള്ളേറിയൻ ഏജെനസിസ് എന്ന് പറഞ്ഞ് ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ടോപ്പിക് പഠിച്ചിരുന്നു, MRKH സിൻഡ്രോം എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. മുള്ളേറിയൻ ഏജെനസിസ് അല്ലെങ്കിൽ MRKH സിൻഡ്രോം, അതിന്റെ ഫീച്ചേഴ്സ് അറിഞ്ഞാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മുള്ളേറിയൻ ഡക്റ്റിന്ന് ഒരിക്കലും ഓവറി എവിടെ നിന്നല്ല വരുന്നത്, മുള്ളേറിയൻ ഡക്റ്റിന്നല്ല വരുന്നത്. ഓവറി എവിടുന്നാ വരുന്നത്? ഗൊണാഡ്സിന്നാ വരുന്നത്. ഓക്കെ, അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഗൊണാഡ്സിന്നാണ് ഓവറീസും ടെസ്റ്റിസും ഡെവലപ്പ് ചെയ്യുന്നത്. അതൊരിക്കലും മുള്ളേറിയൻ ഡക്റ്റിന്നല്ല ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി മുള്ളേറിയൻ ഡക്ട് ഉണ്ടാവുന്നത് ആരിലായിരിക്കും? ഫീമെയിൽസിലായിരിക്കും. മുള്ളേറിയൻ ഡക്റ്റിൽ നിന്നുള്ള ഓർഗൻസ് ഒക്കെ ഡെവലപ്മെന്റ് നടക്കുന്നത് ഫീമെയിൽസിലായിരിക്കും. ഓക്കെ, അപ്പോൾ വജൈന ആബ്സെന്റ് ആണ്, അത് ശരിയായിരിക്കും. നോർമൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ആയിരിക്കും, കാരണം ബ്രസ്റ്റിന്റെ ഡെവലപ്മെന്റ് ഒരിക്കലും മുള്ളേറിയൻ ഡക്റ്റുമായിട്ട് റിലേറ്റഡ് അല്ല, ആൻഡ് അവരെന്തായിരിക്കും? ഫീമെയിൽസ് ആയിരിക്കും. അപ്പൊ 46XX എന്ന് പറയുന്ന കാരിയോടൈപ്പ് ശരിയാണ്. നോർമൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ശരിയാണ്. വജൈന ആബ്സെന്റ് ആയിരിക്കും, അതും ശരിയാണ്. ഒവേറിയൻ ഏജെനസിസ് മീൻ ഓവറീസ് ഡെവലപ്പ് ചെയ്യുന്നില്ല, ആ ഒരു പോയിന്റ് ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എക്സ്പ്ലനേഷൻസ് നോക്കാം. ഈ 10 എന്ന് പറഞ്ഞാൽ എല്ലാ മീൻസ് ആവശ്യമുള്ളതിന്റെ മാത്രം എക്സ്പ്ലനേഷൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. മീൻസ് MCQs ചോദിക്കാൻ സാധ്യത ഉള്ളതിൻ്റെത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ,
ഇത് പറഞ്ഞു, സെർവൈക്കൽ എക്ടോപ്പി ഇറോഷന്റെ കാര്യം പറഞ്ഞു. പിന്നെ ബെർത്തോളിൻസ് ഡക്ട് എങ്ങോട്ടാണ് ഓപ്പൺ ആവുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ബെർത്തോളിൻസ് ഗ്ലാൻഡിനെ പറ്റി ആദ്യം അറിയണം. ബെർത്തോളിൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എവിടെയാ കാണുന്നത്? സൂപ്പർഫിഷ്യൽ പെരിനിയൽ പൗച്ചിലാണ് കാണുന്നത്. ഈ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നൊക്കെ ഓരോരോ MCQs വേണമെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എവിടെയാ കാണുന്നത്? സൂപ്പർഫിഷ്യൽ പെരിനിയൽ പൗച്ചിലായിരിക്കും കാണുന്നത്. ഒരു പീ സൈസ്ഡ് ഗ്ലാൻഡ് ആണ്. 0.5 സെന്റിമീറ്ററേ ഉള്ളൂ. യെല്ലോയിഷ് വൈറ്റ് ആയിരിക്കും കളറ്. എന്താ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൽ എക്സൈറ്റ്മെന്റിന്റെ സമയത്ത് ഇതെന്തായിരിക്കും? ആൽക്കലൈൻ മ്യൂക്കസിനെ എന്ത് ചെയ്യുന്നു? സെക്രീറ്റ് ചെയ്യുന്നു, വിച്ച് ഹെൽപ്സ് ഇൻ എന്താണ്? ലൂബ്രിക്കേഷൻ. ഇതൊരു കോമ്പൗണ്ട് റെസിമസ് ഗ്ലാൻഡ് ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാ ഈ ഒരു പോയിന്റ് ഒക്കെ. ബെർത്തോളിൻസ് ഗ്ലാൻഡ് എന്തായിരിക്കും? ഒരു കോമ്പൗണ്ട് റെസിമസ് ഗ്ലാൻഡ് ആണ്. സോറി, ബെർത്തോളിൻസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഗ്ലാൻഡിനെ ലൈൻ ചെയ്ത് എന്തുണ്ട്? കോളംനാർ എപ്പിത്തീലിയം ഉണ്ട്. ഓരോ ഗ്ലാൻഡിനും 2 ഡക്റ്റുകളുണ്ട്. ഡക്റ്റിന്റെ മെഷർമെന്റ് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. ദെൻ ഇതായിരുന്നു നമ്മുടെ MCQ. ഇതിന്റെ ഡക്ട് എങ്ങോട്ടാണ് ഓപ്പൺ ആവുന്നത്? ഡക്ട് ഓപ്പൺസ് ഇൻ ടു ദ വെസ്റ്റിബ്യൂൾ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ആന്റീരിയർ 2/3 ആൻഡ് പോസ്റ്റീരിയർ 1/3 ഇൻ ദ ഗ്രൂപ്പ് ബിറ്റ്വീൻ ഹൈമൻ ആൻഡ് ലേബിയ മൈനസ്. ഹൈമനും ലേബിയ മൈനസിനും ഇടയിലാണ്. ഇതായിരുന്നു MCQ ഉണ്ടായിരുന്ന പോയിന്റ്. എ ഗ്രൂപ്പ് ബിറ്റ്വീൻ ഹൈമൻ ആൻഡ് ലേബിയ മൈനസ്. സോ കറക്റ്റ് എന്താണ്? ഇൻ ദ വെസ്റ്റിബ്യൂൾ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ആന്റീരിയർ 2/3 ആൻഡ് പോസ്റ്റീരിയർ 1/3 ഇൻ ദ ഗ്രൂപ്പ് ബിറ്റ്വീൻ ഹൈമൻ ആൻഡ് ലേബിയ മൈനസ്. ഈ ആന്റീരിയർ 2/3 പോസ്റ്റീരിയർ 1/3 ഒക്കെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാവണം. കാരണം ഇതൊക്കെ തിരിച്ചൊക്കെ തരാൻ വേണമെങ്കിൽ. ഓക്കെ, ആന്റീരിയർ 1/3 പോസ്റ്റീരിയർ 2/3 എന്നൊക്കെ തരാം. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി ഇത് ഗ്ലാൻഡിനെ ലൈൻ ചെയ്ത് കോളംനാർ എപ്പിത്തീലിയാണ്. പക്ഷെ ഡക്റ്റിനെ ലൈൻ ചെയ്ത് എന്താണ്? ഡക്റ്റിലും കോളംനാർ എപ്പിത്തീലിയാണ്. പക്ഷെ ഡക്ട് ഓപ്പൺ ആവുന്ന അവിടെ എന്തായിരിക്കും? സ്ട്രാറ്റിഫൈഡ് സ്കോമസ് എപ്പിത്തീലിയം ആയിരിക്കും. ഇനി ബെർത്തോളിൻ ഗ്ലാൻഡ് ഫീമെയിൽസിലാണ് കാണുന്നത്. അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മെയിലുള്ള ഗ്ലാൻഡ് ഏതായിരിക്കും? ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ആയിരിക്കും. ഓക്കെ, ബെർത്തോളിൻ ഗ്ലാൻഡ് ഫീമെയില്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് എവിടെയായിരിക്കും? മെയിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിന്റെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. പെഗ് സെല്ലുകൾ എവിടെയാണ് കാണുന്നത് എന്നുള്ള. അപ്പൊ പെഗ് സെല്ലുകൾ എവിടെയാണ്? ഫെലോപ്പിയൻ ട്യൂബിലാണ് കാണുന്നത്. ഫെലോപ്പിയൻ ട്യൂബിനെ തന്നെയാണ് യൂട്രൈൻ ട്യൂബ് എന്ന് പറയുന്നത്. ടോട്ടൽ എത്രയായിരിക്കും ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 4 ഇഞ്ചസ് ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. 4 പാർട്ടുണ്ട്. മീഡിയൽ ടു ലാറ്ററൽ ഏതൊക്കെയാ? ഇൻട്രാമ്യൂറൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീഷ്യൽ പാർട്ടുണ്ട്, ഇസ്തുമസ് ഉണ്ട്, ആംബുള ഉണ്ട്, പിന്നെ എന്താണ്? ഇൻഫണ്ടിബുലം ഉണ്ട്. പിന്നെ ഇതിനുള്ളിൽ എന്താണ്? 3 ലെയറുകളാണ് ഉള്ളത്. സീറസ് ലെയറും മസ്കുലാർ ലെയറും ആയിരിക്കും. മ്യൂക്കസ് ലൈൻ ബൈ എന്താണ്? മ്യൂക്കസ് ലെയർ ഉണ്ട്. ലൈൻ ബൈ എന്താണ്? കോളംനാർ എപ്പിത്തീലിയം ആയിരിക്കും. പാർട്ട്ലി സീലിയേറ്റഡ് ആൻഡ് അതേഴ്സ് എന്താണ്? നോൺ സീലിയേറ്റഡ് ആയിരിക്കും. പെക്സെൽസും ഉണ്ട്. പക്ഷേ സീറസ് ലെയർ ഉണ്ട്, മസ്കുലാർ ലെയർ ഉണ്ട്, മ്യൂക്കസ് ലെയർ ഉണ്ട്. പക്ഷേ സബ് മ്യൂക്കോസൽ ലെയറും ഗ്ലാൻഡ്സും എവിടെ ആബ്സെന്റ് ആണ്? ഫെലോപ്പിയൻ ട്യൂബിൽ ആബ്സെന്റ് ആണ്. ആൻഡ് വജൈനയിലും എന്തായിരിക്കും? ഗ്ലാൻഡുകൾ ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ 2 സ്ഥലത്താ ഗ്ലാൻഡ് ആബ്സെന്റ്. വജൈനയിലും ആബ്സെന്റ് ആണ്, ഫെലോപ്പിയൻ ട്യൂബിലും ആബ്സെന്റ് ആണ്. ഫെലോപ്പിയൻ ട്യൂബിൽ സീറസ് ലെയർ ഉണ്ട്, മസ്കുലാർ ലെയർ ഉണ്ട്, മ്യൂക്കസ് ലെയർ ഉണ്ട്. പക്ഷേ സബ് മ്യൂക്കോസൽ ലെയർ ഇല്ല. ഇതൊക്കെ MCQസിൽ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് മെനപ്പോസിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. സീറം എസ്ട്രാഡിയോൾ ലെവൽ 20 pg/ml അല്ലെങ്കിൽ അതിലും കുറവായിരിക്കണം. അപ്പൊ മെനപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? പെർമനന്റ് സെസഷൻ ഓഫ് മെൻസ്ട്രേഷൻ അറ്റ് ദ എൻഡോ റീപ്രൊഡക്റ്റീവ് ലൈഫ് ഡ്യൂ ടു ലോസ് ഓഫ് ഒവേറിയൻ ഫോളിക്കുലാർ ആക്ടിവിറ്റി. കോമൺ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 45 to 55 ഇയേഴ്സ് ആയിരിക്കും. ആവറേജ് ഏജ് ഒരു 50 ഇയേഴ്സ് ആയിരിക്കും. ഇനി എങ്ങനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും? സെസഷൻ ഓഫ് മെൻസ്ട്രേഷൻ ഫോർ കോൺസിക്യൂട്ടീവ് 12 months ഡ്യൂറിങ് ക്ലൈമാട്രി. അതായത് 6 മാസമായിട്ട് മെൻസസ് ഉണ്ടാവുന്നില്ല, അത് കഴിഞ്ഞ് 7ാമത്തെ മാസം മെൻസസ് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മെനപ്പോസ് എന്ന് പറയാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് 12 മാസത്തേക്ക് മെൻസസ് ഇല്ലാണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ലേഡിക്ക് മെനപ്പോസ് അറ്റൈൻ ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ അപ്പിയറൻസ് ഓഫ് മെനപ്പോസൽ സിംറ്റം. മെനപ്പോസൽ സിംറ്റംസ് എന്തൊക്കെയാ? ഹോട്ട് ഫ്ലഷസ്, നൈറ്റ് സ്വെറ്റ്, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ വരുന്നു. ദെൻ വജൈനൽ സൈറ്റോളജി, അതായത് ഒരു മെനപ്പോസൽ ലേഡിയുടെ വജൈനയിൽ നമ്മൾ നോക്കുവാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടെന്ന് നോക്കുവാണ്. സോ ആ ഒരു സമയത്ത് മെച്ചുറേഷൻ ഇൻഡെക്സ് എത്രയായിരിക്കണം? 10/85/5 ആയിരിക്കണം. എസ്ട്രാഡിയോൾ ലെവൽ എന്ന് പറഞ്ഞാൽ 20 pg/ml ആയിരിക്കണം. സീറം FSH ആൻഡ് LH എന്ന് പറഞ്ഞാൽ മോർ ദാൻ എത്രയായിരിക്കണം? 40 മൈക്രോ ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ml ആയിരിക്കണം.
നെക്സ്റ്റ് PCODയുടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. എന്താ LH കൂടുതലായിരിക്കും, LH കൂടുതലാണ്, LH/FSH റേഷ്യോ ഇൻക്രീസ്ഡ് ആയിരിക്കും. പ്രൊലാക്ടിന്റെ കാര്യം പറഞ്ഞത്, അതായത് ഇതിന്റെ ഡയഗ്നോസിസിൽ ഒരിക്കലും പ്രൊലാക്ടിൻ ഇൻക്ലൂഡ് അല്ല. ഓക്കെ, അപ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും മാനിഫെസ്റ്റേഷൻസ്? പേഷ്യന്റിന് അമിനോറിയ ഉണ്ടാവാം, ഹിർസൂട്ടിസം ഉണ്ടാവാം, അതുപോലെ തന്നെ ഒബിസിറ്റി ഉണ്ടാകും. അസോസിയേറ്റഡ് വിത്ത് എന്താണ്? എൻലാർജ്ഡ് പോളിസിസ്റ്റിക് ഓവറീസ് ആണ്. അവിടെ എന്താ പറഞ്ഞത്? സ്ട്രീക്ക് ഓവറി എന്നാ പറയുന്നത്. ഓക്കെ, ഒരിക്കലും സ്ട്രീക്ക് ഓവറി കിട്ടില്ല. അവിടെ എന്തായിരിക്കും? എൻലാർജ്ഡ് ആയിട്ടുള്ള പോളിസിസ്റ്റിക് ഓവറീസ് ആയിരിക്കും. ഡയഗ്നോസിസ് ഈസ് ബേസ്ഡ് ഓൺ പ്രസൻസ് ഓഫ് എനി 2 ഓഫ് ദ ഫോളോയിങ് 3 ക്രൈറ്റീരിയ ആയിരിക്കും. എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ ഒളിഗോ അല്ലെങ്കിൽ അനോവുലേഷൻ ആയിരിക്കും, ഹൈപ്പർ ആൻഡ്രോജനിസം ഉണ്ടാവും, പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാവും. ഇൻവെസ്റ്റിഗേഷൻസിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു? ട്രാൻസ് വജൈനൽ സോണോഗ്രഫി ചെയ്തു, അതായത് അൾട്രാസോണോഗ്രഫി തന്നെ, പക്ഷേ ത്രൂ വജൈന ആയിരിക്കും അത് ചെയ്യുന്നത്. അതിൽ ഓവറീസ് എന്തായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും. വോളിയോ എന്ന് പറഞ്ഞാൽ മോർ ദാൻ എത്രയായിരിക്കും? മോർ ദാൻ ഓർ ഈക്വൽ ടു 10 ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ മോർ ദാൻ 12 നമ്പർ ഓഫ് പെരിഫറലി അറേഞ്ച്ഡ് സിസ്റ്റുകൾ കാണാനായിട്ട് പറ്റും. സിസ്റ്റുകളുടെ മെഷർമെന്റ് എത്രയായിരിക്കണം? 2 to 9 മില്ലിമീറ്റർ ആയിരിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. LH/FSH റേഷ്യോ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2:1 ആയിരിക്കും. സോ ഇവിടെ റേസ് ചെയ്തിരിക്കുന്ന ഏതാ? LH ആണ്. FSH എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. LH/FSH റേഷ്യോ കൂടുതലായിരിക്കും, പക്ഷേ FSH ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ FSH നോർമൽ ആയിരിക്കും. ദെൻ ഈസ്ട്രോജൻ ലെവൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? സീറം ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ, അതാണ് SHBG എന്ന് പറഞ്ഞാൽ. സീറം ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ ലെവൽ ഇൻക്രീസ്ഡ് ആയിരിക്കും. ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടുതലായിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും, അതായത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ എന്താണ്? റേസ്ഡ് ആയിരിക്കും എന്നാ പറഞ്ഞ. ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ബൈലാറ്ററലി നമുക്ക് എന്ത് കാണാൻ പറ്റും? പോളിസിസ്റ്റിക് ആയിട്ടുള്ള ഓവറീസിനെ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ്. മുള്ളേറിയൻ എജനിസിസിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് കാണാൻ പറ്റും എന്നുള്ള. സോ മുള്ളേറിയൻ എജനിസിസ് ഓൾസോ നോൺ ആസ് എന്താണ്? MRKH സിൻഡ്രോം ആണ്. ഓക്കെ, സോ ഈ ഇത് നമ്മൾ പറഞ്ഞത് എനിക്കൊന്നു ഇന്റർസെക്സിന്റെ ചാപ്റ്ററിലാ ഈ മുള്ളേറിയൻ അജനിസിസ് അല്ലെങ്കിൽ MRKH സിൻഡ്രോം പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു മുള്ളേറിയൻ അജനിസിസ് ഉള്ളൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ പേഷ്യന്റ്? അത് ഫീമെയിൽ പേഷ്യന്റ് ആയിരിക്കും, നോർമൽ ഫീമെയിലിനെ പോലെ ഇരിക്കും. പ്രൈമറി അമിനോറിയ ഉണ്ടാവും. ഓക്കെ, വജൈന ആബ്സെന്റ് ആയിരിക്കും, ക്ലൈറ്റോറിസ് പ്രസന്റ് ആയിരിക്കും, ഓവറി ഉണ്ടാകും, പക്ഷെ എവിടെയായിരിക്കും? അബ്ഡോമിനൽ ഓവറീസ് ആയിരിക്കും. ഓവറി പ്രസന്റ് അല്ല എന്നല്ല, ഓവറി പ്രസന്റ് ആണ്, പക്ഷേ ഓവറി എവിടെയായിരിക്കും? അബ്ഡോമിനുള്ളിലായിരിക്കും, പെൽവിസിലായിരിക്കില്ല. ഓക്കെ, ബ്രസ്റ്റ് ഉണ്ടാകും, ബ്രസ്റ്റ് നോർമൽ ഡെവലപ്മെന്റ് ആയിരിക്കും. മുള്ളേറിയൻ സിസ്റ്റം ആബ്സെന്റ് അല്ലെങ്കിൽ റൂഡിമെന്ററി ആയിരിക്കും. വൂൾഫിയൻ സിസ്റ്റം എന്താണ്? ആബ്സെന്റ് ആയിരിക്കും. കാരിയോടൈപ്പ് എന്താ? നോർമൽ ഫീമെയിൽ എന്ന് പറഞ്ഞു, അപ്പൊ കാരിയോടൈപ്പ് എന്തായിരിക്കും? 46XX ആയിരിക്കും. അസോസിയേറ്റഡ് ആയിട്ടുള്ള അനോമലീസ് ഉണ്ടാവാം, 12% സ്കെലറ്റൽ അനോമലീസും, അതുപോലെ തന്നെ എന്തായിരിക്കും? 47% എന്താണ്? യൂറോളജിക്കൽ അനോമലീസും ഉണ്ടാവാനായിട്ട് പറ്റും. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതിന്റെ തന്നെ ഒരു അസോസിയേറ്റ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താ? ഓരോ ഓർഗൻസും മെയിലും ഫീമെയിലും ഏത് എംബ്രിയോണിക് സ്ട്രക്ചറിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത്. ഇപ്പൊ നമ്മൾ മുള്ളേറിയൻ ഡക്റ്റിന്ന് എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് അറിയായിരുന്നെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയേനെ. ഈവൻ നമുക്ക് MRKH സിൻഡ്രോം എന്താണെന്ന് അറിയില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് മുള്ളേറിയൻ ഡക്റ്റിന്ന് എന്തൊക്കെയാ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ മുള്ളേറിയൻ ഡക്റ്റിന്റെ വേറൊരു പേരാണ് പാരാമീസോനെഫ്രിൻ ഡക്ട് എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നതൊക്കെ മെയിൽ ഡെറിവേറ്റീവ്സും ഈ സൈഡിൽ എന്താണ്? ഫീമെയിൽ ഡെറിവേറ്റീവ്സും ആണ്. അതായത് പാരാമീസോനെഫ്രിൻ ഡക്ട് എന്ന് പറയുന്ന ഒരു എംബ്രിയോണിക് സ്ട്രക്ചറിൽ നിന്ന് മെയിലില് എന്തൊക്കെ ഉണ്ടാവാം? മെയിൽ ഉണ്ടാവുന്നതാണ് അപ്പൻഡിക്സ് ഓഫ് ടെസ്റ്റിസ്. ഓക്കെ, മെയിൻ ആയിട്ട് പാരാമീസോനെഫ്രിൻ ഡക്ട് അല്ലെങ്കിൽ മുള്ളേറിയൻ ഡക്ട് രണ്ടും സെയിം തന്നെയാണ്, വേറെ വേറെ പേരാന്നേ ഉള്ളൂ. രണ്ടും ഒരേ സാധനം തന്നെയാണ്. ഈ മുള്ളേറിയൻ ഡക്ട് അല്ലെങ്കിൽ പാരാമീസോനെഫ്രിൻ ഡക്റ്റിൽ നിന്ന് ഫീമെയിൽസിൽ ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഹൈഡാറ്റിഡോ മോർഗാഗ്നി. മെയിൻ നമുക്ക് ആവശ്യമുള്ളത് യൂട്രസ്, സെർവിക്സ്, ഫലോപ്പിയൻ ട്യൂബ്, വജൈന. ഈ 4 സാധനങ്ങളും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? പാരാമീസോനെഫ്രിൻ ഡക്ട് അല്ലെങ്കിൽ മുള്ളേറിയൻ ഡക്റ്റിൽ നിന്ന്. അപ്പൊ മുള്ളേറിയൻ ഡക്ട് എജെനിസിസ് മീൻ മുള്ളേറിയൻ ഡക്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഈ പറയുന്ന യൂട്രസും സെർവിക്സും ഫലോപ്പിയൻ ട്യൂബും വജൈനയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ദെൻ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു
ഉണ്ടാവും. അവിടെ ഓവറി ഇല്ല എന്ന് എഴുതിയിരുന്നത്, അതായിരുന്നു തെറ്റ് ആൻസർ. ഓവറി എന്തായിരിക്കും? ഓവറി ഉണ്ടാവും. കാരണം ഓവറി എവിടെ നിന്നല്ല, പാരാമീസോനെഫ്രി ഡക്ട് അല്ലെങ്കിൽ മുള്ളേറിയൻ ഡക്റ്റിൽ നിന്നല്ല വരുന്നത്. അത് പക്ഷേ എവിടുന്നാ വരുന്നത്? അൺഡിഫറൻഷിയേറ്റഡ് ഗൊണാഡ്സിൽ നിന്നാണ് ടെസ്റ്റിസും അതുപോലെ തന്നെ ഓവറിയും വരുന്നത്. ഈ അൺഡിഫറൻഷിയേറ്റഡ് ഗൊണാഡ്സിന് ഒരു കോർട്ടെക്സ് ഉണ്ട്. ആ കോർട്ടെക്സ് എന്തായിട്ട് മാറും? മെയിലില് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആയിട്ട് മാറും. മെഡുല്ലയുണ്ട്. മെഡുല്ല എന്തായിട്ട് മാറും? റെറ്റി ടെസ്റ്റിസ് ആയിട്ട് മാറും. ഇനി ഫീമെയിൽസിലാണെങ്കിൽ കോർട്ടെക്സ് എന്തായിട്ട് മാറും? ഒവേറിയൻ ഫോളിക്കിൾ ആയിട്ട് മാറും. മെഡുല്ല എന്തായിട്ട് മാറും? റെറ്റി ഓവറി ആയിട്ട് മാറും. ഓക്കെ, സർ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 മണിയായി, എന്താ ചെയ്യണ്ടേ? ബാക്കിയുള്ളവർ എന്ത് പറയുന്നു? കണ്ടിന്യൂ ചെയ്തോ? കണ്ടിന്യൂ ചെയ്തോളാം. ഓക്കെ ഡോക്ടർ, എന്തായാലും ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പോകട്ടെ. ഒരു 5 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് പോവാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഷെയർ ആയില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ഫെയിലിയർ ഓഫ് മുള്ളേറിയൻ ഡക്ട് ഫ്യൂഷൻ റിസൾട്ട് ഇൻ. ഓപ്ഷൻ എ യൂട്രസ് ഡൈഡെൽഫിസ്, ഓപ്ഷൻ ബി ആർക്വേഡ് യൂട്രസ്, ഓപ്ഷൻ സി സബ്സെപ്റ്റേഡ് യൂട്രസ്, ഓപ്ഷൻ ഡി ബൈകോർണുവേറ്റ് യൂട്രസ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, ഡി അല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കംപ്ലീറ്റ് ഫെയിലർ ഓഫ് മുള്ളേറിയൻ ഡക്ട് ഫ്യൂഷൻ വിൽ റിസൾട്ട്സ് ഇൻ എന്താണ്? യൂട്രസ് ഡൈഡെൽഫിസ് ആണ്. എക്സ്പ്ലനേഷൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ബൈകോർണുവേറ്റ് യൂട്രസ് ഈസ് ഡ്യൂ ടു ഓപ്ഷൻ എ ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ ഓഫ് യൂട്രൈൻ ക്യാവിറ്റി, ഓപ്ഷൻ ബി ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ ഓഫ് പാരാമീസോനെഫ്രിക് ഡക്ട്, ഓപ്ഷൻ സി ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ ഓഫ് മീസോനെഫ്രിക് ഡക്ട്, ഓപ്ഷൻ ഡി ഇൻകംപ്ലീറ്റ് ഫോർമേഷൻ ഓഫ് വജൈന. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ ഓഫ് എന്തായിരിക്കും? പാരാമീസോനെഫ്രിക് ഡക്ട്. ഓക്കെ, സോ ഇത് ഇപ്പൊ നമുക്ക് അറിയില്ല എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും എന്തായാലും ബൈകോർണുവേറ്റ് യൂട്രസ് ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്തായാലും ഒരിക്കലും ഇൻകംപ്ലീറ്റ് ഫോർമേഷൻ ഓഫ് എന്താവില്ല? വജൈന ആവില്ല എന്തായാലും ഒരിക്കലും. അത് നമുക്ക് കൺഫേം ആണ്. പിന്നെ മീസോനെഫ്രിക് ഡക്ട് എന്തായാലും ഫീമെയിൽസിൽ ഇല്ല എന്നറിയാം. ഫീമെയിൽസിൽ ഏതാ? ഒന്നെങ്കിൽ മുള്ളേറിയൻ ഡക്ട് ആണ്, അല്ലെങ്കിൽ പാരാമീസോനെഫ്രിക് ഡക്ട് ആണ്. അപ്പൊ ഈ ഓപ്ഷന് നമുക്ക് വേണ്ടെന്ന് വെക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ ഓഫ് എന്തായിരിക്കും? യൂട്രൈൻ ക്യാവിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ ഓഫ് എന്തായിരിക്കും? പാരാമീസോനെഫ്രിക് ഡക്ട് ആയിരിക്കും. നമ്മൾ എന്തൊക്കെ യൂട്രസിന്റെ അനോമലീസ് പറഞ്ഞോ അതെല്ലാം മുള്ളേറിയൻ ഡക്ടിന്റെ ജെനിസിസിന്റെ ബേസിലായിരുന്നു നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചത്. ഓക്കെ, അപ്പൊ അതൊരിക്കലും എന്താവത്തില്ല? ഇൻകംപ്ലീറ്റ് ഫ്യൂഷനോ യൂട്രൈൻ ക്യാവിറ്റി ആവില്ല. അതെന്തായിരിക്കും? ഇൻകംപ്ലീറ്റ് ഫ്യൂഷനോ പാരാമീസോനെഫ്രിക് ഡക്ട് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് പ്യൂബർട്ടി? പ്യൂബർട്ടിയുടെ ഓർഡർ എന്താണ്? ഓപ്ഷൻ എ തെലാർക്കി, പ്യൂബാർക്കി, മെനാർക്കി, ഓപ്ഷൻ ബി പ്യൂബാർക്കി, തെലാർക്കി, മെനാർക്കി, ഓപ്ഷൻ സി മെനാർക്കി, തെലാർക്കി, പ്യൂബാർക്കി, ഓപ്ഷൻ ഡി തെലാർക്കി, മെനാർക്കി, പ്യൂബാർക്കി. എ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ ഡി അല്ല. എന്തായാലും നമുക്കറിയാം മെനാർക്കി എന്തായാലും അവസാനം വരുന്നതെന്ന് അറിയാലോ. അപ്പൊ ഈ 2 ഓപ്ഷനും എന്തായാലും ക്യാൻസൽ ആയി. ഓപ്ഷൻ സിയും ക്യാൻസൽ ആയി, ഓപ്ഷൻ ഡിയും ക്യാൻസൽ ആയി. ഓക്കെ, എന്തായാലും മെനാർക്കി ആയിരിക്കും അവസാനം ഉണ്ടാകുന്നത്. പിന്നെ ആദ്യം ഉണ്ടാകുന്ന എന്തായിരിക്കും? ബ്രസ്റ്റ് ബഡിങ് ആയിരിക്കും. അതാണ് തെലാർക്കി എന്ന് പറഞ്ഞാൽ. പിന്നെ പ്യൂബിക് ഹെയറുകൾ ഉണ്ടാകും. ഒന്നെങ്കിൽ പ്യൂബാർക്കി എന്ന് വരാം, അല്ലെങ്കിൽ എന്ത് വരാം? അഡ്രിനാർക്കി എന്ന് വരാം. ഓക്കെ, അപ്പൊ തെലാർക്കി, പ്യൂബാർക്കി, മെനാർക്കി, അല്ലെങ്കിൽ തെലാർക്കി, അഡ്രിനാർക്കി, മെനാർക്കി. അതാണ് കറക്റ്റ് ഓർഡർ. Then Rocky Tansky Husser Foster is associated with option A ovarian agenesis, option B absent fallopian tube, option C vaginal atresia, option D bicornuate uterus. ഈ പേര് കണ്ടിട്ട് പേടിക്കണ്ട. ഇത് MRK സിൻഡ്രോമിന്റെ എക്സ്പ്ലാൻഡഡ് വേർഷൻ ആണ്. എന്ത്? റോക്കി ടാൻസ്കി ഹൂസർ ഫോസർ എന്നൊക്കെ പറയുന്നത് MRK സിൻഡ്രോമിനെയാണ്. ആ MRK സിൻഡ്രോം എന്തുമായിട്ട്, ഇതിൽ ഏതുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? അതാണ് ചോദ്യം. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ബി. ഇതില് 2 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ ബിയും വരും, ഓപ്ഷൻ സിയും വരും.
ഓക്കെ. പിന്നെ കുറച്ചും കൂടെ ഇതാക്കി പറയുവാണെങ്കിൽ വേണമെങ്കിൽ വജൈനൽ അട്രേഷൻ നമുക്ക് ഒഴിവാക്കാം. കാരണം വജൈന എന്താ ലോവർ 1/3 ഒരു ഭാഗത്തു നിന്നും പിന്നെ അപ്പർ 1/3 എന്തായിരിക്കും വേറൊരു എംബ്രിയോണിക് സ്ട്രക്ചറിൽ നിന്നും ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബിയും സിയും രണ്ടിനും മാർക്ക് കിട്ടണം. അതല്ല കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ആബ്സെന്റ് ഫലോപ്പിയൻ ട്യൂബ് ആയിരിക്കും കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. ഇതിൽ ഓപ്ഷൻ ബിയും സിയും രണ്ടും വരാൻ പറ്റും. എന്തായാലും എ വരില്ല, അതുപോലെ തന്നെ ഡിയും വരില്ല. ഓക്കെ. ഇതാണ് ഇവിടെയാണ് എന്ത് പറയുന്ന ഫെയിലിയർ ഓഫ് ഫ്യൂഷൻ ഓഫ് മുള്ളേറിയൻ ഡക്റ്റിന്റെ ഫ്യൂഷൻ പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ എന്തൊക്കെ കംപ്ലൈന്റുകൾ ഉണ്ടാവാന്ന് പറയുന്നത്. ഓക്കെ. ഇതൊക്കെ സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ എന്താ ഫുൾ ഒരു പിക്ചർ ഒക്കെ വെച്ച് പഠിപ്പിച്ചതാണ്. അപ്പോൾ ആ സെയിം സ്ലൈഡ് ഞാൻ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് പോയി നോക്കിക്കഴിഞ്ഞാൽ പിക്ചറുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാകും. അപ്പൊ ആർക്വേഡ് യൂട്രസ് വരാം. ആർക്വേഡ് യൂട്രസ് എന്ന് പറയുമ്പോൾ കോർണുവൽ പാർട്ട് ഓഫ് യൂട്രസ് റിമൈൻസ് എന്നാണ് സെപ്പറേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇത് ഇപ്പൊ ഇങ്ങനെ വായിച്ച് പറയുമ്പോഴേക്കും എന്തായാലും മനസ്സിലാവില്ല. ആ പിക്ചറും കൂടെ നോക്കി കഴിയുമ്പോഴേക്കും മനസ്സിലാകും എന്തായാലും. ഇനി ഡൈഡൽഫിസ് ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ. കംപ്ലീറ്റ് ലാക്ക് ഓഫ് ഫ്യൂഷൻ ഓഫ് എന്നാണ് മുള്ളേറിയൻ ഡക്ട്. ഓക്കെ. വിച്ച് റിസൾട്ട്സ് ഇൻ എന്താണ് യൂട്രൈൻ ഡൈഡൽഫിസിലേക്ക് പോകാം. ഓക്കെ. ഡബിൾ യൂട്രസ് ഉണ്ടാവാം, ഡബിൾ സെർവിക്സ്, ഡബിൾ വജൈന ആയിരിക്കും. പിന്നെ ബൈകോർണിസ് തന്നെ രണ്ട് രീതിയിലുണ്ട്. യൂട്രസ് ബൈകോർണിസ് ബൈക്കോളിസും ഉണ്ട്, യൂട്രസ് ബൈകോർണിസ് യൂണികോളിസും ഉണ്ട്. യൂട്രസ് ബൈകോർണിസ് ബൈക്കോളിസ് എന്ന് പറയുമ്പോൾ രണ്ട് യൂട്രൈൻ ക്യാവിറ്റി ഉണ്ടാകും വിത്ത് ഡബിൾ സെർവിക്സ് വിത്ത് ഓർ വിത്തൗട്ട് വജൈനൽ സെപ്റ്റം. യൂട്രസ് ബൈകോർണിസ് യൂണികോളിസ് എന്ന് പറയുമ്പോൾ രണ്ട് യൂട്രൈൻ ക്യാവിറ്റിയും ഒരു സെർവിക്സ് ആയിരിക്കും. പിന്നെ സെപ്റ്റൈഡ് യൂട്രസ് എന്ന് പറഞ്ഞാൽ ടു മുള്ളേറിയൻ ഡക്ട് ആർ ഫ്യൂസ് ടുഗദർ ബട്ട് ദർ ഈസ് പെർസിസ്റ്റൻസ് ഓഫ് സെപ്റ്റം ഇൻ ബിറ്റ്വീൻ ദ ടു എയ്തർ പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ആയിരിക്കും. യൂട്രസ് യൂണികോർണിസ് എന്ന് പറഞ്ഞാൽ ഫെയിലർ ഓർ ഡെവലപ്മെന്റ് ഓഫ് എന്നാണ് വൺ മുള്ളേറിയൻ ഡക്ട് ആണ്. DS റിലേറ്റഡ് അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ അത് കാണാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ ഒരു തവണ ഗൈനക്കോളജിയുടെ ആ ഒരു സ്ലൈഡിൽ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് പിക്ചർ നോക്കിയിട്ട് ക്ലിയർ ആവും. ഓക്കെ. പിന്നെ ഈ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം ഗ്രോത്ത് സ്പേർട്ട് ഉണ്ടാവുന്നു. അതായത് ഗ്രോത്ത് സ്പേർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു പൂ ഉണ്ടാവാനായിട്ട് പൂ എവിടെ നിന്നാണ് ഉണ്ടാവുന്ന? ഒരു മൊട്ടിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ. അത് ആ ഒരു മൊട്ട് ആ മൊട്ടായിട്ട് സങ്കല്പിക്കുക. അതാണ് ഗ്രോത്ത് സ്പേർട്ട് എന്ന് പറയുന്നത്. അത് എവിടെ നിന്നാണോ ഗ്രോത്ത് തുടങ്ങുന്നത് അതാണ് എന്താ ഗ്രോത്ത് സ്പേർട്ട് എന്ന് പറഞ്ഞാൽ. ദെൻ എന്തായിരിക്കും? തെലാർക്കി. തെലാർക്കി എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ബഡിങ്. ഓക്കെ. അതായത് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ എന്ത് സംഭവിക്കുന്നു? പ്യൂബിക് ആൻഡ് ആക്സിലറി ഹെയർ ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതാണ് അഡ്രിനാർക്കി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഓപ്ഷനിൽ എന്തായിരുന്നു? പ്യുബാർക്കി ആയിരുന്നു. ഓക്കെ. അപ്പൊ പ്യുബാർക്കി, അഡ്രിനാർക്കി ഏത് വേണമെങ്കിലും വരാം. ദെൻ എന്തായിരിക്കും? പീക്ക് ഗ്രോത്തിന് എന്തായിരിക്കും? ഹൈറ്റ് കൂടുതലായിട്ട് അതായത് പൊക്കം വെക്കുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? മെൻസ്ട്രേഷൻ. അതാണ് മെനാർക്കി. അപ്പൊ ഓർക്കുക, മെനാർക്കി ആയിരിക്കും എന്തായാലും ഏറ്റവും അവസാനം. ഓക്കെ. സോ എന്താണ്? തെലാർക്കി വരാം, അഡ്രിനാർക്കി അല്ലെങ്കിൽ പ്യുബാർക്കി വരാം, ദെൻ എന്ത് വരാം? മെനാർക്കി വരാം. സോ ഇതായിരിക്കും ഓർഡർ: തെലാർക്കി, അഡ്രിനാർക്കി ആൻഡ് മെനാർക്കി. ഓക്കെ.